ഇന്ത്യയിലെ യുവത്വം ഇന്ന് കേവലം വോട്ടർമാർ മാത്രമല്ല, മറിച്ച് ഇന്ത്യയിലെ വ്യവസ്ഥിതിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റാണ് എന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിന്ന് ദൃശ്യമാകുന്നത്. ആ കൊടുങ്കാറ്റിനെ അടിച്ചമർത്താൻ വേണ്ടി ദില്ലിയിലെ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വിലപ്പോകില്ല എന്ന് നമുക്ക് വരും കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ജനതയുടെ നിശബ്ദതയെ ഭേദിച്ചിട്ട് തങ്ങളുടെ അവകാശവാദങ്ങൾക്കായി തെരുവിലിറങ്ങിയ യുവാക്കളുടെ ശബ്ദം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു പുതിയ മുഖമായി മാറുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഡൽഹിയിൽ നടക്കുന്ന അഭ്യസ്തവിദ്യരായ യുവാക്കളുടെ പ്രതിഷേധങ്ങൾ കേവലം ചില സാങ്കല്പിക സമരങ്ങളല്ല, മറിച്ച് രാജ്യത്തിന്റെ രാഷ്ട്രീയവും സാമൂഹ്യമായിട്ടുള്ള നമ്മുടെ ഈ ഭൂപ്രകൃതിയിൽ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ്. നമുക്കറിയാം തമിഴ്നാട്ടില് വിജയ് ഭരണം അധികാരമേറ്റ ശേഷം അവിടെ യുവാക്കളാണ് 30 വയസ്സും 35 വയസ്സും മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരാണ് അവിടെ മന്ത്രിമാർ. അവർക്ക് ഈ കാലഘട്ടത്തിന്റെ കാര്യം മനസ്സിലാവും. നമുക്കറിയാമല്ലോ നമ്മുടെ സിലബസിന്റെ കഥ. നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും ടെക്നോളജി മാറിയിട്ടുണ്ടാവും. പഠിച്ചതുകൊണ്ട് ഒരു ഉപയോഗമില്ലാത്തൊരു കാലമാണ്. കാരണം അതിവേഗമാണ് വളർന്നു പോകുന്നത്. അതിനൊത്ത് നമ്മുടെ രാജ്യം വളരണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ യുവാക്കളുടെ പങ്ക് കൃത്യമായി ഉപയോഗപ്പെടുത്തണം. പക്ഷെ യുവാക്കളുടെ ഭാവിയെ തന്നെ തുലയ്ക്കുന്ന രീതിയിൽ നമ്മുടെ ഭരണകൂടം പെരുമാറുമ്പോൾ സ്വാഭാവികമായും ഈ യുവാക്കൾക്ക് അതിനെതിരെ പ്രതികരിക്കേണ്ടി വരും. ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സാങ്കല്പിക സംഘടന, CJP എന്ന സാങ്കല്പിക യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധം ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയവരും ആഗോള തലത്തിലുള്ള വികസനവും ജീവിത നിലവാരവും സ്വപ്നം കാണുന്നവരുമായിട്ടുള്ള ഒരു വലിയ കൂട്ടം ജനവിഭാഗം പരമ്പരാഗതമായ രാഷ്ട്രീയ ശൈലികളിൽ നിന്ന്, പാർട്ടികളിൽ നിന്നൊക്കെ പൂർണ്ണമായി മാറി നിന്ന് ഒരു പുതിയ രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വെറുമൊരു യാദൃച്ഛികത എന്ന് പറയാൻ പറ്റൂല. ഈ യുവാക്കൾക്ക് ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അഴിമതി ഇല്ലാത്തതും വൻകിട കുത്തകകളെ മാത്രം പ്രോത്സാഹിപ്പിക്കാത്തതുമായ ഒരു പുതിയ ഭരണ സംവിധാനം അനിവാര്യമാണ് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. യുവാക്കളുടെ കഴിവുകൾക്ക്, അവരുടെ സ്വപ്നങ്ങൾക്ക്, അതിനൊക്കെ അർഹമായ പ്രാധാന്യവും അതിനൊരു ഇടവും നൽകുന്ന സുതാര്യമായ ഒരു അന്തരീക്ഷമാണ് ഇന്നത്തെ യുവാക്കൾ ആഗ്രഹിക്കുന്നത്. നിരന്തരമായി ഉണ്ടാകുന്ന പരീക്ഷാ പേപ്പർ ചോർച്ചകൾ, കടുത്ത തൊഴിലില്ലായ്മ, നിലവിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ ദയനീയമായിട്ടുള്ള പരാജയം, ഇങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നേരെ രാജ്യമൊട്ടാകെ ഉയരുന്ന ഈ ശബ്ദങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ഇപ്പോഴത്തെ ഭരണകർത്താക്കൾക്കുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തകർച്ച, അത് നിലവിലെ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. നീറ്റ് പരീക്ഷ, UGC എക്സാംസ് തുടങ്ങിയ പ്രധാനപ്പെട്ട ദേശീയ പരീക്ഷകളിലൊക്കെ ആവർത്തിച്ചുണ്ടാകുന്ന അഴിമതി, ചോദ്യപേപ്പർ ചോർച്ച, അതോടൊപ്പം വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന കോച്ചിങ് മാഫിയയുടെ വളർച്ച, ഇങ്ങനെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവിയെയും അവരുടെ കഠിനാധ്വാനത്തെയുമാണ് ഒന്നുമല്ലാതാക്കി തീർക്കുന്നത്. ഒരു ഭാഗത്ത് വികസിത ഭാരതം എന്ന ആകർഷകമായ ഒരു മുദ്രാവാക്യം രാജ്യം മുഴുവൻ മുഴക്കാൻ നിൽക്കുന്ന ഒരു സംവിധാനം, മറുഭാഗത്ത് യോഗ്യതയുള്ള യുവാക്കൾക്ക് അർഹമായ അവസരങ്ങളും തൊഴിലും അതെല്ലാം പൂർണ്ണമായും നിഷേധിക്കപ്പെടുന്ന അവസ്ഥ നിലനിർത്തുന്ന മറ്റൊരവസ്ഥ. ഈ ഒരു വലിയ വൈരുദ്ധ്യം തന്നെ ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ ജനങ്ങൾക്ക് മുന്നിൽ ചോദ്യം ചെയ്യുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന വിദ്യാർത്ഥികൾ അവർ സമൂഹത്തിൽ പല വിധത്തിൽ അധിക്ഷേപിക്കപ്പെടുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടത്തിന്റെ മാത്രമല്ല മൊത്തം സമൂഹത്തിന്റെ തന്നെ പരാജയത്തിന്റെ പ്രതീകമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം രാജ്യത്ത് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വം, ചില പ്രത്യേക കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾക്ക് മാത്രമായി അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി മാത്രം രാജ്യം ഭരിക്കുന്നവർ സ്വീകരിക്കുന്ന സാമ്പത്തിക നയങ്ങൾ, നടപ്പിലാക്കി കൊടുക്കുന്ന നിയമ പരിഷ്കാരങ്ങൾ, ഇതൊക്കെ ഈ യുവാക്കളുടെ കടുത്ത അസംതൃപ്തിക്ക് മറ്റൊരു പ്രധാന കാരണമാണ് എന്ന് ഭരണകൂടമാണ് തിരിച്ചറിയേണ്ടത്. ചെറുകിട വ്യവസായങ്ങൾ തകർന്ന് തരിപ്പണമാകാണ്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഭരണകൂടം അമ്പയെ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ യുവതലമുറ വലിയ നിരാശയിലേക്കാണ് തള്ളപ്പെടുന്നത്. ലോകത്തിന്റെ മാറ്റങ്ങൾ 2026 നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലോകത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം അതിവേഗതയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയ്ക്ക് മുന്നിൽ പഴയ കാലത്തെ രാഷ്ട്രീയ ഫോർമുലകൾ ഇനിയും ഇറക്കി വിട്ടുകൊണ്ട് നടപ്പിലാക്കാമെന്ന് കരുതുന്ന വയസ്സൻ പരിഷ്കാരങ്ങൾ ഇനിയും ഫലപ്രദമായിക്കൊള്ളണമെന്നില്ല. അതവർ ആഗ്രഹിക്കുന്നുമില്ല. അവർ ആവശ്യപ്പെടുന്നത് ഭരണനിർവഹണത്തിൽ പൂർണ്ണമായ സുതാര്യതയാണ്, കഴിവിന് പ്രാധാന്യം നൽകുന്ന ഒരു മെറിറ്റോക്രസിയും അതുപോലെ ഒരു സംശുദ്ധ ഭരണവുമാണ്. എന്നാൽ ഭരണകൂടം ഇപ്പോഴും മാറ്റങ്ങൾക്ക് ഒരു തയ്യാറുമില്ല. അവർ ഒരു മാറ്റങ്ങൾക്കും തയ്യാറാകാതെ
അവരുടെ പഴയ ശൈലിയിൽ തന്നെ തുടരുന്നത് ജനവിരുദ്ധമായ ഒരു സമീപനത്തിന്റെ വ്യക്തമായ ലക്ഷണമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവരുടെ നിലപാടുകൾക്കെതിരെ ഉയരുന്ന സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങളെ അക്രമ സ്വഭാവമുള്ളതായി ചിത്രീകരിക്കുക, അതല്ലെങ്കിൽ അതിനെ അക്രമം ഉണ്ടാക്കുക, അതിനിടയിൽ പ്രകോപിപ്പിച്ചുകൊണ്ട് അക്രമം ഉണ്ടാക്കുക എന്നത് ഭരണകൂടങ്ങൾ സാധാരണയായി പ്രയോഗിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഇത് ഡൽഹിയിൽ സംഭവിച്ചത് അത് തന്നെയാണ്. കാരണം ഈ അഭ്യസ്തരായ വിദ്യർ ഒരിക്കലും ഈ രാജ്യത്തെ ഒരു അക്രമ രാജ്യമായി ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ നിർമ്മിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അവരുടെ മേൽ അനാവശ്യമായി ബലപ്രയോഗം നടത്തുമ്പോൾ, അവരുടെ മേൽ അനാവശ്യമായി പ്രതിരോധം തീർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും പ്രതിരോധിക്കേണ്ടി വരികയാണ്. അങ്ങനെ പ്രതിരോധിക്കുമ്പോൾ അതിനെ ഒരു തർക്കവിതർക്കമായി മാറ്റി അവരെ ജയിലിൽ അടച്ചുകൊണ്ടോ മർദ്ദിച്ച് അവശനാക്കിയോ കള്ളക്കേസുകൾ എടുത്തോ അവരെ തുറുങ്കിലടയ്ക്കാമെന്നോ അല്ലെങ്കിൽ നശിപ്പിക്കാമെന്നോ കരുതുന്നതാണ് നമ്മുടെ ഈ ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ ഒരു തന്ത്രമെന്ന് തോന്നിപ്പോവുകയാണ്. സമര സ്ഥലങ്ങളിൽ പ്രഖ്യാപിക്കുന്ന നിരോധനാജ്ഞകൾ, മൊബൈൽ നെറ്റ്വർക്കുകൾ തടസ്സപ്പെടുത്തുന്ന ജാമറുകൾ, ഈ വലിയ വലിയ ബാരിക്കേഡുകൾ, പോലീസ് പട്ടാളം എന്നിവരുടെ അമിതമായിട്ടുള്ള സാന്നിധ്യം, ഇതിലൂടെ 144 പ്രഖ്യാപിച്ചിട്ട് സമാധാനപരമായി നടക്കുന്ന ഒരു ജനകീയ പ്രതിഷേധത്തെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ മാറ്റാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പരിധി വരെ അവർ വിജയിക്കുന്നുമുണ്ട്. ഇത് ജനാധിപത്യ തത്വങ്ങളോടുള്ള കടുത്ത അപമതിപ്പാണ് കാണിക്കുന്നത്. ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണമെന്നും താനും. സമരരംഗത്തുള്ള യുവാക്കള് തികച്ചും അക്രമരഹിതരായി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും അവരെ അക്രമികളായി മുദ്ര കുത്തിക്കൊണ്ട് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ നോക്കുന്നത് ഒരു ഭരണകൂടത്തിന്റെ ദൗർബല്യത്തെയാണ് വിളിച്ച് പറയുന്നത്. യുവാക്കളെ ഉന്നയിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം കാണാൻ ശ്രമിക്കാതെ അതിനെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താൻ നോക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ ഈ സർക്കാരിന് ഒരു താൽക്കാലിക വിജയം ഉണ്ടായേക്കാം. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിയാൽ ഈ ഭരണ സംവിധാനത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പുതിയ പ്രതിഷേധങ്ങൾ നൽകുന്ന വ്യക്തമായ ഒരു സന്ദേശമുണ്ട്. ഇന്ത്യയിലെ യുവാക്കൾ ഇനി പഴയ രീതിയിലുള്ള ആ രാഷ്ട്രീയ കെണികൾ വീഴാൻ തയ്യാറല്ല എന്നതാണ്. കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം, മതാടിസ്ഥാനത്തിലും ജാതി അടിസ്ഥാനത്തിലുമുള്ള ധ്രുവീകരണങ്ങൾ, നടപ്പിലാക്കാൻ കഴിയാത്ത പോപ്പുലിസ്റ്റ് വാഗ്ദാനങ്ങൾ, ഇതെല്ലാം തള്ളിക്കളഞ്ഞ് ചവിട്ടിക്കൂട്ടി കുപ്പയിലിട്ടുകൊണ്ട് ആധുനികവും പുരോഗമനപരമായിട്ടുള്ള ഒരു ഭാരതമാണ് അവർ സ്വപ്നം കാണുന്നത് എന്ന് വിളിച്ചു പറയണം. രാഷ്ട്രീയ രംഗത്തെ അഴിമതി അല്ലെങ്കിൽ കുടുംബവാഴ്ച, അതുമല്ലെങ്കിൽ ഉദ്യോഗ തലങ്ങളിലെ അലംഭാവം, ഇതൊക്കെ എതിരെ സമൂഹത്തിലെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങൾ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തിയാണ് തെളിയിക്കുന്നത് എന്ന് ഇന്ത്യയിലെ വോട്ടർമാർ മനസ്സിലാക്കേണ്ടതാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തുന്ന ഭരണകൂടങ്ങൾ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നത് ഈ ജനാധിപത്യത്തിൽ അനിവാര്യമായ ഒരു കടമയാണ് എന്ന് മറക്കരുത്. എന്നിരുന്നാലും ഈ വ്യവസ്ഥിതിയിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റമുണ്ട്. ആ മാറ്റം ഒരിക്കലും അക്രമത്തിന്റെ പാതയിലൂടെ അല്ല വരേണ്ടത് എന്ന് പ്രതിഷേധിക്കുന്നവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. കൃത്യമായ ബോധവൽക്കരണത്തിലൂടെയും വിപുലമായ ജനകീയ പങ്കാളിത്തത്തിലൂടെയും മാത്രമേ സ്ഥായിയായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ രാജ്യത്ത് സാധ്യമാകൂ എന്ന് ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് എന്തായാലും അറിയാം. ഈ ജനകീയ മുന്നേറ്റത്തിന്റെ ശക്തി എന്താണ് അല്ലെങ്കിൽ എന്തായി തീരുമെന്ന് സർക്കാരിനും വളരെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതിഷേധക്കാരെ സമൂഹത്തിന് മുന്നിൽ അപകടകാരികളായി ചിത്രീകരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യുവാക്കളുടെ ന്യായമായ അവകാശങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെയും അധികാര ബലം കൊണ്ട് മാത്രം അടിച്ചമർത്തി മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഭരണാധികാരിയും ചരിത്രത്തിൽ ദീർഘകാലം നിലനിന്നിട്ടില്ല എന്ന ഒരു സത്യം, ഒരു ചരിത്ര സത്യം അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ തലമുറ ലോകോത്തര നിലവാരത്തിലുള്ള വികസനത്തിനൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ആരോടും ഇരുന്ന് വാങ്ങേണ്ട ഒന്നല്ല, മറിച്ച് അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. ഈ പ്രതിഷേധങ്ങൾ, ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് മേലുള്ള ഒരു വലിയ പരീക്ഷണമാണ് എന്നാണ് ഇവിടുത്തെ കോക്രോച്ചിന്റെ ഈ സമരം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ ആവശ്യം ന്യായമാണ്. ഭരണകൂടം യുവാക്കളുടെ ഈ ന്യായമായ ആശങ്കകളോട് സഹാനുഭൂതിയോടെയും അല്ലെങ്കിൽ ഗൗരവത്തോടെയും ഒക്കെ പ്രതികരിക്കുമോ അതോ പഴയ അടിച്ചമർത്തൽ മാതൃകയിൽ തന്നെ തുടരുമോ എന്നതാണ് രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത്. ജനവിരുദ്ധമായി മാറുന്ന ഭരണ സംവിധാനങ്ങളെ ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ ജനങ്ങൾ തന്നെ മാറ്റിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഓരോ വോട്ടർമാരും തിരിച്ചറിയണം. സമാധാനപരമായിട്ടും വളരെ പരിപൂർണമായിട്ടും ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെയും ഈ മാറ്റം സാധ്യമാക്കിയാൽ മാത്രമേ ഇന്ത്യക്ക് യഥാർത്ഥ വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. യുവാക്കളുടെ ഈ ഉണർവ് ഭാരതത്തിന്റെ ഭാവിയിലേക്കുള്ള ഒരു പുതിയ പ്രത്യാശയാണ് നൽകുന്നത്. ഈ യുവാക്കളുടെ ഈ കഴിവും ഈ പ്രഭാവവും ശരിക്കും ഭരണകൂടം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. പക്ഷെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ അത് പൂർത്തിയാക്കൽ മാത്രം ലക്ഷ്യമായി വെക്കുമ്പോൾ
ഈ യുവാക്കളുടെ ലക്ഷ്യം, അവരുടെ ഭാവി, അവർ സ്വപ്നം കാണുന്ന ഭാരതം, അതൊക്കെ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് ആർക്കൊക്കെയോ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടി പണിയെടുക്കുന്ന ചിലരൊക്കെ ആയിത്തീരുന്നു നമ്മുടെ ഭരണകർത്താക്കൾ. Different angles. Don't forget to subscribe and support this channel.